എല്ലാ കൂട്ടുകാർക്കും മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെയാണ്. കഴിഞ്ഞ ഭാഗത്തിന്റെ തുടർച്ചയാണ്. യെസ്, ഇന്ന് നമ്മൾ ടൈംസ് ഇൻ പാർട്ട് എന്ന് പറയുന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ടൈംസ് ഇൻ പാർട്ട്, അതായത് ഫ്രാക്ഷനാണ് ഉദ്ദേശിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത്. അതിന് ടൈംസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് 2 ടൈംസ് 3 ടൈംസ് 4 ടൈംസ് എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെ 1-2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 നമുക്ക് 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈംസ് ഓഫ് 1/3 ആണ് അല്ലെ. ടൈംസ് ഇൻ പാർട്ടിൽ വരുന്ന ടൈംസ് അതാണ് മീൻ ചെയ്യുന്നത്. അതായത് 2/3 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? 2 ടൈംസ് ഓഫ് 1/3 ആണ് 2/3. ഇപ്പോൾ 5/6 ആണെങ്കിലോ 5 ടൈംസ് ഓഫ് 1/6 അല്ലെ. യെസ്, അതാണ് ടൈംസ് ഇൻ പാർട്ട് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോൾ 2/3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് 2 ടൈംസ് ഓഫ് 1/3 ആണ് കാണേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം ഒരു ക്വസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ ലൈൻ 12 സെന്റിമീറ്റർ ലോങ്, മാർക്ക് സി ഓൺ ഇറ്റ് such that AC is 2/3 of AB. Mark D such that AD is 1/4 of AC. What fraction of AB is AD? എന്താ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ ലൈൻ AB ഓഫ് ലെങ്ത് 12 സെന്റിമീറ്റർ എന്നാണ്. ഒരു ലൈൻ വരയ്ക്കണം, അതിൽ 12 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ലൈനാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇതൊരു 12 സെന്റിമീറ്റർ ലൈൻ ആണെന്ന് കരുതാം. 12 സെന്റിമീറ്റർ ലൈൻ എ ബി എന്ന് പറയുന്ന ഒരു ലൈനാണിത്. ഇത് 12 സെന്റിമീറ്റർ ഉണ്ടെന്ന് കരുതുക. ഓക്കെ, എന്നിട്ടോ മാർക്ക് സി ഓൺ ഇറ്റ് സച്ച് ദാറ്റ് AC is 2/3 ഓഫ് AB. ഇനി എ ബി എന്ന് പറയുന്ന ഈ ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം, സി. ആ സി എന്ന് പറയുന്നത് എന്താണ്? എ ബിയുടെ 2/3 പാർട്ടാണ്. എന്നിട്ടോ മാർക്ക് ഡി സച്ച് ദാറ്റ് AD is 1/4 ഓഫ് AC. അതിനുശേഷം ഡി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യണം. എവിടെയാണ് ഡി മാർക്ക് ചെയ്യേണ്ടത്? AD is 1/4 ഓഫ് AC. ACയുടെ 1/4 AD എന്നുള്ള രൂപത്തിൽ എടുത്തിട്ടാണ് ഡി മാർക്ക് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് AB is AD? ABയുടെ എത്ര ഫ്രാക്ഷൻ ആണ്, എത്ര പാർട്ടാണ് വരുന്നത്? എന്ത്? AD എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒരു ലൈൻ വരയ്ക്കുകയാണ് 12 സെന്റിമീറ്റർ. നമ്മളവിടെ വരച്ചിട്ടുണ്ട് അല്ലെ. AB 12 സെന്റിമീറ്ററിൽ ഒരു ലൈൻ നമ്മൾ വരച്ചു. ഇനി എന്താ പറഞ്ഞത്? മാർക്ക് സി ഓൺ ഇറ്റ് സച്ച് ദാറ്റ് AC is 2/3 ഓഫ് AB എന്നാണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ AB എന്ന് പറയുന്ന ഈ ലൈനില് ഇടയ്ക്ക് എക്കും ബിക്കും ഇടയ്ക്കാണ് ആര് വരുന്നത്? സി വരുന്നത്. പക്ഷേ ആ സി, എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC എന്ന് പറയുന്നത് എന്താണ്? 2/3 ഓഫ് AB ആണ്. ABയുടെ 2/3 പാർട്ടാണ്. ദാറ്റ് ഈസ് 2/3 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2/3 is equal to 2 ടൈംസ് ഓഫ് 1/3 എന്ന് എഴുതാം അല്ലെ. 2/3 is equal to 2 ടൈംസ് ഓഫ് 1/3. അതായത് AB എന്ന് പറയുന്ന ഈ ലൈനിനെ 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ 2 ടൈംസ് ആണ് ആര് പറയുന്നത്? AC എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ AC എന്ന് പറയുന്ന ലൈൻ. അപ്പൊ 1/3 പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇതിനെ 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. 1 2 3 കണ്ടില്ലേ? അപ്പൊ ഇത് 1/3 ആണ്, ഇത് 1/3 ആണ്, ഇതും 1/3 ആണ് അല്ലെ. AB എന്ന് പറയുന്ന ഈ ലൈനിനെ നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ഒരു 1/3 ഇവിടെയുണ്ട്, 1/3 ഇവിടെയുണ്ട്, 1/3 ഇവിടെയുണ്ട്. ഇനി നമുക്ക് എവിടെയാണ് സി എന്ന് പറയുന്ന പോയിന്റ് പറഞ്ഞത്? സി എന്ന് പറയുന്നത് 2/3 ഓഫ് AB എന്നാണ് പറഞ്ഞത്. ഇത് എത്രയും വരുന്നത്? 1/3. ഇത് എത്രയും വരിക? 1/3. ഇതും 1/3. അപ്പൊ 2 ടൈംസ് ഓഫ് 1/3യിലാണ് ആര് വരുന്നത്? സി എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ദാറ്റ് ഈസ് ഇവിടെ 1/3 ആണ്. 2 ടൈംസ് ഓഫ് 1/3 എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇത് വരെയാണ്. ദാറ്റ് ഈസ് ദിസ് ഈസ് സി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? AC എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ACയുടെ ലെങ്ത് എത്രയാണെന്നാ പറഞ്ഞത്? 2/3 ഓഫ് AB എന്നാ പറഞ്ഞത് അല്ലെ. യെസ്, AC is equal to 2/3 ഓഫ് AB എന്നാ പറഞ്ഞത്. 2/3 ഓഫ് AB അല്ലെ. അതാണ് ഇപ്പൊ നമ്മളിവിടെ ഫിഗറിൽ വരച്ചിട്ട് ഡിനോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഇത് 1/3, ഇത് 1/3, അപ്പൊ 2/3. 2 ടൈംസ് ഓഫ് 1/3 ആണ് 2/3 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടെയാണ് സി എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ദാറ്റ് ഈസ് എ സി ഇസ് ഇക്വൽ ടു 2/3. നമുക്ക് എ സി കണ്ടുപിടിക്കാൻ എത്രയാണെന്ന്? എ സി ഇസ് ഇക്വൽ ടു 2/3 ഓഫ് എ ബി. ദാറ്റ് ഈസ് ഇക്വൽ ടു 2/3 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? 2 ടൈംസ് ഓഫ് 1/3. ഓഫിന് നമുക്കൊരു ഇൻറ്റു കൊടുക്കാം. എ ബി എത്രയാണ് പറഞ്ഞത്? എ ബി ഈസ് 12 സെന്റിമീറ്റർ ലോങ് എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് 12. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ഇക്വൽ ടു ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 2 ഇൻറ്റു 1/3 ഇൻറ്റു 12 ആണ് അല്ലേ? ഇവിടെ നമ്മളൊന്ന് ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ, ഇവിടെ ഞാനിത് അവിടെ ക്യാൻസലേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. 1/3 ഇൻറ്റു 12. ഇവിടെ ഈ 12നെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? 12ന് പകരം നമുക്ക് 4 ഇൻറ്റു 3 എന്ന് എഴുതാം. 12നെ 4 ഇൻറ്റു 3 എഴുതിക്കൂടെ? 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12 അല്ലേ? യെസ്. ഇനി നോക്കാം, ഇപ്പോൾ ഇവിടെ എന്താ ന്യൂമറേറ്ററിലൊക്കെ വരുന്നത്? എന്താണ്? 2 ഇൻറ്റു 1 ഇൻറ്റു 4 ഇൻറ്റു 3 ആണ് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ 3. ഞാനിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂമറേറ്റർ വരുന്ന നമ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി. ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 ഇൻറ്റു 4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ എന്താണ്? 3 ആണ്. ഇനി നമുക്ക് ഇവിടെയുള്ള ഈ 3യും ഈ 3യും കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി ഇവിടെ എന്താ വരുന്നത്? 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 4 ഈക്വൽ ടു 8. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരിക? 8 സെന്റിമീറ്റർ. ഓക്കെ, നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എ സിയുടെ ലെങ്ത് കിട്ടി 8 സെന്റിമീറ്റർ ആണ്. അതന്നെയല്ലേ വരുന്നത്? എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 സെന്റിമീറ്റർ ആണ്. ആ 12ന്റെ 2/3 പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സെന്റിമീറ്റർ. നമ്മളോട് എ സി ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അല്ല. എന്താണ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ ബി ഈസ് എ ഡി. ഇനി അടുത്തൊരു പോയിന്റ് കൂടെ നമ്മൾ ഇടാനുണ്ട്. ഏതാണ്? എ ഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന പോയിന്റ് കൂടെ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കണം. അപ്പൊ എന്താ പറയുന്നത്? മാർക്ക് ഡി സച്ച് ദാറ്റ് എ ഡി ഈസ് 1/4 ഓഫ് എ സി എന്നാണ്. എ സിയുടെ 1/4 ആണ് എന്ത് വരുന്നത്? എ ഡി എന്ന് പറയുന്നത്. അപ്പൊ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇത് മുതൽ ഇതുവരെ. ദാറ്റ് ഈസ് 2/3 ആണ് വരുന്നത്. അതിന്റെ 1/4 പാർട്ടാണ് ആര് വരുന്നത്? എ ഡി വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എ ഡി ഈസ് ഈക്വൽ ടു 1/4 ഓഫ് എ സി എന്നാ പറഞ്ഞത് അല്ലെ? എ ഡി ഈസ് 1/4 ഓഫ് എ സി. അപ്പൊ നമ്മളത് ഇവിടെ എഴുതി വെച്ചു. എ ഡി ഈസ് ഈക്വൽ ടു 1/4 ഓഫ് എ സി. എ സി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 8 സെന്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? 1/4 ഇൻറ്റു 8. 1/4 ഇൻറ്റു 8. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? 8ന് നമുക്ക് 2 ഇൻറ്റു 4 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. ഇവിടെ എന്ത് ചെയ്തത്? ഈ 8ന് ഞാൻ 2 ഇൻറ്റു 4 ആക്കിയിട്ട് എഴുതി. എന്തിനാണ്? ഇവിടെ ഒരു ക്യാൻസലേഷൻ നടത്താൻ പറ്റും. 4ഉം 4 ക്യാൻസൽ ആയി. ബാക്കി ഇവിടെ എന്താ വരുന്നത്? 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ. അപ്പോൾ എ സി ഡി എന്ന് പറയുന്ന പോയിന്റ് എവിടെയായിരിക്കും? നമ്മുടെ ഇത് സി എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ വരും, ഇവിടെ ഡി എന്ന് പറയുന്ന പോയിന്റ് 2 സെന്റിമീറ്ററിൽ വരും അല്ലേ? യെസ്. അപ്പൊ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? എ ഡി കണ്ടുപിടിച്ചു 1/4 ഓഫ് 8 ദാറ്റ് ഈസ് 2 സെന്റിമീറ്റർ. നമ്മളോട് എ ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? അല്ല. പിന്നെന്താണ്? വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ ബി ഈസ് എ ഡി എന്നാ ചോദിച്ചിരിക്കുന്നത്. എ ബിയുടെ എന്ത് ഫ്രാക്ഷൻ ആണ് എ ഡി എന്നാ ചോദിച്ചിരിക്കുന്നത്. എ ഡി സിക്കട്ട് എന്താ വന്നിരിക്കുന്നത്? 2 ആണ്. എ ബി സിക്കട്ട് എന്തായിരുന്നു? 12 ആണ്. അത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫ്രാക്ഷൻ എങ്ങനെ എഴുതാൻ പറ്റും? 12/2 അല്ലെ? അല്ലെങ്കിൽ 2/12 എന്ന് എഴുതാം. 2/12 സിക്കൽ ടു 1/, അതായത് 2ലും 12ലും കോമൺ ആയിട്ട് എന്തുണ്ട്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് 2ല് 2 1 ടൈം 12ൽ എത്രയാ? 6. therefore എന്ത് എഴുതാൻ പറ്റും? എ ഡി ഈസ് 1/6 ഓഫ് എ ബി അല്ലെ? എ ബി എന്ന് പറയുന്ന ഈ ലൈനിന്റെ 1/6 സെന്റിമീറ്റർ ആണ് ആര് വരുന്നത്? എ ഡി വരുന്നത്. ഫ്രാക്ഷൻ കിട്ടിയില്ലേ? യെസ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ ബി ഈസ് എ ഡി? 1/6. ഓക്കെ, യെസ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ടൈംസ് ഇൻ പാർട്ടാണ് അല്ലെ? യെസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്തത് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ള പേജ് നമ്പർ 40 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്ക്.
A 2-meter long rope is cut into 5 equal pieces. What is the length of 3/4 of one piece? How many centimeters is this? എന്താ പറഞ്ഞിരിക്കുന്നത്? A 2-meter long rope is cut into 5 equal pieces. ഒരു 2 മീറ്റർ ലോങ് റോപ്പ് അല്ലെ, ഒരു 2 മീറ്റർ ലോങ് റോപ്പ് ആണെന്ന് കരുതുന്നത്. 2 മീറ്റർ ഉണ്ട് ഒരു ലോങ് റോപ്പ്. ഈസ് കട്ട് ഇൻ 5 ഈക്വൽ പീസസ്. ഇതിനെന്ത് ചെയ്തു? 5 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ടോ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് വൺ പീസ്? അതായത് അങ്ങനെയെങ്കിൽ ഒരു പീസിന്റെ 3/4 എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൗ മെനി സെന്റിമീറ്റേഴ്സ് ഈസ് ദിസ്? അത് എത്ര സെന്റിമീറ്റർ ആണ് വരുന്നത് അല്ലെ? അപ്പൊ മീറ്ററിനെ നമുക്ക് സെന്റിമീറ്ററിലേക്കും കൺവേർട്ട് ചെയ്യണം. യെസ്, നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പൊ 2 മീറ്റർ ലോങ് റോപ്പ് ആണ്. അതിന് 5 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. 1 2 3 4 5 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ ഓരോ പീസും എന്താ വരിക? ഇത് ടോട്ടൽ എത്ര മീറ്റർ വരുന്നത്? 2 മീറ്റർ ആണ്. അതിനെ 5 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ ഓരോന്നും എത്രയാണ് വരിക? യെസ്, 5 ഈക്വൽ പീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് ഓരോന്നും എന്ത് വരും? 2/5 പാർട്ട് വരും അല്ലേ? യെസ്, അതായത് 2 മീറ്റർ ആണ് ടോട്ടൽ വരുന്നത്. അതിനെ 5 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ 2/5 മീറ്റർ ആണ് ഓരോന്നും വരിക, ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് എന്താ കണ്ടു? ഇത് 2/5 ആണ്, ഇതും 2/5 ആണ്. എല്ലാം വരിക എന്താണ്? 2/5 സെന്റിമീറ്റർ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് വൺ പീസ്? വൺ പീസിന്റെ 3/4 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൺ പീസ് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 2/5 ആണ് അല്ലെ? 2/5 ഓഫ്, അല്ലെങ്കിൽ വൺ പീസ് എന്ന് പറഞ്ഞാൽ 2/5 ആണ്. അതിന്റെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? 3/4. 3/4 എന്ന് പറഞ്ഞാൽ 3/4 അല്ലെ? യെസ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2/5 3/4 ഓഫ് 1/4 ആണ്, അല്ലെ 2/5 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ഓഫ് 2/5. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? 5 ഈക്വൽ പീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഓരോ പീസ് എന്താ വരുന്നത്? 2/5 ആണ് വരുന്നത് അല്ലെ? യെസ്, 2/5 മീറ്റർ ആണ് വരുന്നത്. ആ 2/5 മീറ്റർ, അതായത് ഒരു പീസിനെ 3/4 ഓഫ് വൺ പീസ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. 3/4 എന്ന് പറഞ്ഞാൽ 3/4. ദാറ്റ് ഈസ് 3/4 ഓഫ് 2/5. എങ്ങനെ എഴുതാം? 3/4 എന്ന് പറഞ്ഞാൽ 3/4, ദാറ്റ് ഈസ് 3 ടൈംസ് ഓഫ് 1/4 ഇൻറ്റു പിന്നെ എന്താ വരുന്നത്? 2/5 ആണ്, ദാറ്റ് ഈസ് 2 ടൈംസ് ഓഫ് 1/5 ആണ്. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? 1/5 ഇൻറ്റു 2, ദാറ്റ് ഈസ് 2 ടൈംസ് ഓഫ് 1/5. ദാറ്റ് ഈസ് ഇക്വൽ ടു എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 1/4 ഇൻറ്റു 5 ഇൻറ്റു 2. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു 5. ഓക്കെ, യെസ്. ദാറ്റ് ഈസ് ഇക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 20. ഈ 20യെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുകയാണ്. എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 20യെ നമുക്ക് 10 ഇൻറ്റു 2 എന്ന് എഴുതാം. 10 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 20 അല്ലേ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഉള്ള ഒരു 2 ഈ 2 ക്യാൻസൽ ആക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇക്വൽ ടു എന്താ വരുന്നത്? 3/10 മീറ്റർ. ഓക്കെ, യെസ്. അപ്പോൾ ഈ 3/4 ഓഫ് 2/5 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 3/10 മീറ്റർ. ദാറ്റ് ഈസ് 3/10 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 3 ടൈംസ് ഓഫ് 1/10 ആണ് അല്ലെ? 3 ടൈംസ് ഓഫ് 1/10 മീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ 3/10 മീറ്റർ. അപ്പൊ നമുക്ക് ഇതിന്റെ ലെങ്ത് കിട്ടി അല്ലെ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് വൺ പീസ്? 3/10 മീറ്റർ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ഇതിനകത്ത്. ഹൗ മെനി സെന്റിമീറ്റേഴ്സ് ഈസ് ദിസ്? അങ്ങനെയെങ്കിൽ ഇത് എത്ര സെന്റിമീറ്റർ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. 3/10 മീറ്റർ ആണ്. മീറ്ററും സെന്റിമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്താണ്? യെസ്, 1 മീറ്റർ ഇസ് ഇക്വൽ ടു എന്താണ്? 100 സെന്റിമീറ്റർ ആണ് അല്ലെ? നമ്മൾ പഠിച്ച കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താ വരിക? 3/10 മീറ്റർ ഇക്വൽ ടു എങ്ങനെ വരും? 3/10 മീറ്റർ ഇക്വൽ ടു മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 3/10 ഇൻറ്റു 100 സെന്റിമീറ്റർ. ഓക്കെ,
യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? 3 ഇൻറ്റു 100നെ ഞാനൊന്ന് മാറ്റി എഴുതുന്നു. ഈ 10ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം നമുക്ക്. 10 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10. ഇവിടെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? 100നെ ഒന്ന് മാറ്റി എഴുതി 10 ഇൻറ്റു 10 എന്ന് എഴുതി കൂടെ? യെസ്, ദാറ്റ് ഈസ് 3 ഇൻറ്റു 10 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10. ഇത് നമ്മൾ എന്തിനെങ്ങനെ മാറ്റി എഴുതിയത്? ഇവിടെ ഈ 10ഉം 10 ക്യാൻസൽ ചെയ്ത് പോകാനും വേണ്ടിയിട്ടാണ് അല്ലേ? നമുക്ക് സുഖമായിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 3 ഇൻറ്റു 10 ഇവിടെ എന്താ വരുന്നത്? 30 സെന്റിമീറ്റർ. ഇവിടെ നമ്മൾ ഈ 100നെ ഇങ്ങനെ 10ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാൻസലേഷൻ മെത്തേഡിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ 10ഉം 10 ക്യാൻസൽ ആയി പോയി അല്ലേ? യെസ്, ദാറ്റ് ഈസ് 3 ഇൻറ്റു 10 ഈസ് ഈക്വൽ ടു 30. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ഇത് വേണം 3 ഇൻറ്റു 10 30 ഇൻറ്റു 10 300 വരും. 300 ഡിവൈഡഡ് ബൈ 10. അപ്പൊ 300നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഡിവിഷൻ ഒക്കെ അവിടെ ചെയ്യണം നമ്മൾ അല്ലെ? ഇവിടെ ക്യാൻസലേഷൻ മെത്തേഡിൽ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 40 ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ എന്താ നോക്കാം നമുക്ക്. 3 liters of water is used to fill 4 identical bottles. One bottle is used to fill 5 identical cups. How much water is in one cup? How many liters is this? How many milliliters is this? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? 3 liters of water is used to fill 4 identical bottles. 3 liter water അല്ലെ? 3 ലിറ്റർ വെള്ളം എന്ത് ചെയ്തു? 4 ഐഡന്റിക്കൽ ബോട്ടിൽസിൽ ഫില്ല് ചെയ്തു. ഒരുപോലെയുള്ള 4 ബോട്ടിൽസിൽ ഫില്ല് ചെയ്തു. എത്ര ലിറ്റർ വെള്ളം? 3 ലിറ്റർ വാട്ടർ. 1 bottle is used to fill 5 identical cups. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഐഡന്റിക്കൽ ബോട്ടിൽസിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് 5 ഐഡന്റിക്കൽ കപ്സിലേക്ക്, ഒരേപോലെയുള്ള 5 കപ്പിലേക്ക് ഒഴിച്ചു. ആദ്യം 3 ലിറ്റർ ആണോ വാട്ടർ ഉണ്ടായിരുന്നത്, അതിലെന്ത് ചെയ്തു? ഒരുപോലെയുള്ള 3 ബോട്ടിൽ ഒഴിച്ചു. ഓക്കെ, അതിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ഒരുപോലെയുള്ള 5 കപ്പിലേക്ക് ഒഴിച്ചു. 5 ഐഡന്റിക്കൽ കപ്സിലേക്ക്. ഹൗ മച്ച് വാട്ടർ ഈസ് ഇൻ 1 കപ്പ്? അങ്ങനെയെങ്കിൽ ഒരു കപ്പിലെ വെള്ളം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ഹൗ മെനി മില്ലി ലിറ്റേഴ്സ് ഈസ് ദിസ്? അത് എത്ര മില്ലി ലിറ്റർ ആണ് ഉണ്ടാവുക? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ചെയ്യാം നോക്കാം നമുക്ക്. 3 liter water is used to fill 4 identical bottles. 3 ലിറ്റർ വെള്ളമാണ് ഒരുപോലെയുള്ള 4 ബോട്ടിലിൽ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബോട്ടിലുള്ള വെള്ളം എത്രയാ? വാട്ടർ ഇൻ 1 ബോട്ടിൽ ഇസ് ഈക്വൽ ടു, വാട്ടർ ഇൻ 1 ബോട്ടിൽ ഇസ് ഈക്വൽ ടു എത്രയുണ്ടാവുക? എത്ര ലിറ്റർ ഉണ്ടാവുക? ആകെ ഉണ്ടായിരുന്നത് 3 ലിറ്റർ ആണ്. അതിന് 4 ഐഡന്റിക്കൽ ബോട്ടിൽസിലേക്കാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു എണ്ണത്തിൽ എത്രയുണ്ടാവുക? യെസ്, 1/4 ഓഫ് എന്താണ്? 3 അല്ലെ? അതായത് 4 ഐഡന്റിക്കൽ ബോട്ടിൽസ് ആണുള്ളത്, 3 ലിറ്റേഴ്സ് ആണുള്ളത്. 3 ലിറ്റേഴ്സിന് 4 ഐഡന്റിക്കൽ ബോട്ടിൽസിലേക്കാണ് ഒഴിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒരെണ്ണത്തിൽ എത്ര ഉണ്ടാവുക? 3 ലിറ്ററിന്റെ 1/4 പാർട്ട്. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാൻ പറ്റും? 1/4 ഓഫ് 3 ലിറ്റർ അല്ലെ? 1/4 ഓഫ് 3 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 ലിറ്റർ ആണ് ഒരു ബോട്ടിൽ ഉണ്ടാവുക. ഓക്കെ, 3 ലിറ്റർ ആണ് ടോട്ടൽ വെള്ളം. അതിന് 4 ഐഡന്റിക്കൽ ബോട്ടിൽസിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ബോട്ടിലുള്ള വെള്ളം 3/4 ലിറ്റർ. ഇനി എന്താണ്? ഹൗ മച്ച് one bottle is used to fill 5 identical cups. എന്നിട്ട് എന്ത് ചെയ്തു? ഈ വാട്ടർ, അതായത് ഒരു ബോട്ടിലുള്ള വെള്ളം എടുത്തിട്ട് ഒരുപോലെയുള്ള 5 കപ്പിലേക്കാണ് ഒഴിച്ചത്. അങ്ങനെയെങ്കിൽ ഒരു കപ്പിലുള്ള വെള്ളം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ദാറ്റ് ഈസ് വാട്ടർ ഇൻ 1 കപ്പ് is equal to, വാട്ടർ ഇൻ 1 കപ്പ് is equal to 1 കപ്പ് is equal to എങ്ങനെ എഴുതാം? 3/4 ആണ് ഒരു കപ്പിലുള്ള വെള്ളം. അതിന്റെ എത്രയാണ്? 5 ഐഡന്റിക്കൽ ബോട്ടിൽസിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൽ എത്രയുണ്ടാവുക? യെസ്, 1/5 ഓഫ് 3/4. 1/5 ഓഫ് 3/4 അല്ലേ? ഒരു കപ്പിലുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോട്ടിലുള്ള വെള്ളത്തിന്റെ 1/5 ഭാഗമാണ്.
5 കപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരു കപ്പിൽ എത്ര ഉണ്ടാവുക? 1/5 ഓഫ് 3/4 ലിറ്റർ ആണ്. യെസ്, 1/5 ഓഫ് 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്ങനെ എഴുതാൻ പറ്റും? 1/5 ഇൻറ്റു 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈംസ് ഓഫ് 1/4 ആണ്. ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ എഴുതാം 3 ടൈംസ് ഓഫ് 1/4, അതായത് 1/4 ഇൻറ്റു 3. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റുക? 1/5 ഇൻറ്റു 1/4 ഇൻറ്റു 3 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ രണ്ടെണ്ണത്തിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ രണ്ട് ഫ്രാക്ഷനെ, ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 4 ഇൻറ്റു 3 അല്ലെ. 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/20 ഇൻറ്റു 3 ഈക്വൽ ടു എന്ത് വരും? 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3/20 ലിറ്റർ. 3/20 ലിറ്റർ ആണ് ഒരു കപ്പിനകത്തുള്ള വെള്ളം. അതല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഹൗ മച്ച് വാട്ടർ ഈസ് ഇൻ 1 കപ്പ്? 3/20 ലിറ്റർ. ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. എന്താണ്? ഹൗ മെനി മില്ലി ലിറ്റേഴ്സ് ഈസ് ദിസ്? എത്ര മില്ലി ലിറ്റർ ആണ്? 3/20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണെന്ന്. അപ്പൊ ലിറ്ററും മില്ലി ലിറ്ററും തമ്മിലുള്ള റിലേഷൻ അറിയണം നമുക്ക്, അല്ലേ? യെസ്. എന്താണ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണ്? 100 ആണോ? 1000 അല്ലെ. യെസ്, 1 ലിറ്റർ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ ആണ്. therefore 3/20 ലിറ്റർ ഈക്വൽ ടു എത്ര വരിക? 3/20 ലിറ്റർ അല്ലേ നമുക്ക് മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/20 ലിറ്റർ ഈസ് ഈക്വൽ ടു 3/20 ഇൻറ്റു 1000 ml. ഓക്കെ, യെസ്. അപ്പൊ 1000 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1000 ഞാനൊന്ന് മാറ്റി എഴുതാണ്. 3 അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 20. അപ്പൊ 3 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 3000 ഡിവൈഡഡ് ബൈ 20 ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് പിന്നെ ഡിവിഷൻ ഒക്കെ ചെയ്തു വരണം. അതിനുവേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ക്യാൻസലേഷൻ മെത്തേഡാണ്. അപ്പൊ ഇവിടെ മുകളിലൊരു 20 കൂടെ ഉണ്ടെങ്കിൽ താഴെയുള്ള 20 നമുക്ക് ക്യാൻസൽ ചെയ്യാമായിരുന്നു, അല്ലെ? അപ്പൊ 1000 ഞാനൊന്ന് മാറ്റി എഴുതാണ്. എങ്ങനെ എഴുതുന്നത്? 3 ഇൻറ്റു 1000 പകരം ഞാൻ 20 ഇൻറ്റു 50 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 20. 1000 20 ഇൻറ്റു 50 എന്ന് എഴുതാം. എഴുതിക്കൂടെ? 10 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 500 ആണ്. 20 ഇൻറ്റു 50 എന്ന് പറഞ്ഞാലോ 1000 ആണ്, അല്ലെ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 20യും 20യുടെ ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? 3 ഇൻറ്റു 50 ഈക്വൽ ടു എന്താ വരിക? 150 മില്ലി ലിറ്റർ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ആ ഒരു കപ്പിനകത്തുള്ള വാട്ടറിന്റെ അളവ് കിട്ടിയ എത്രയാണ്? 150 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? ഫ്രാക്ഷൻ എത്ര വരുന്നത്? ലിറ്ററിലേക്ക് വരുന്ന സമയത്ത് 3/20 ലിറ്റർ, 3 ടൈംസ് ഓഫ് 1/20. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് ഇൻ ടൈംസ് എന്ന് പറയുന്ന സെക്ഷനാണ് ഡിസ്കസ് ചെയ്തത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കൂട്ടുകാർക്കും ചെയ്തു നോക്കാം. അതിനുവേണ്ടി ഞാൻ ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കൂട്ടുകാരെല്ലാവരും ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണം. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.